ആഘോഷങ്ങൾ ഏതുമാകട്ടെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന മധുരങ്ങളാണ്. മധുരങ്ങളിലാണെങ്കിൽ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് പായസങ്ങളാണ്. വിശേഷങ്ങൾ എന്തുമാകട്ടെ, അപ്പം നമ്മൾ പായസങ്ങൾ റെഡിയാക്കും. പലതരത്തിലുള്ള പായസങ്ങളുണ്ട്. അതിലൊരു പായസമാണ് നമ്മൾ ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ചെയ്തേക്കുന്നത് ശർക്കരയാണെങ്കിൽ ഉരുക്കിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചരിയാണെങ്കിൽ ഒരു ഗ്ലാസ് പച്ചരി കുക്കറിലാണെങ്കിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് വന്ന് കഴിഞ്ഞപ്പോൾ വിസാൻ്റെ ആണെങ്കിൽ പ്രഷറൊക്കെ മാറ്റി, പ്രഷറെല്ലാം പോയി കഴിഞ്ഞപ്പോൾ നമ്മളെടുത്തു. ആ സമയത്ത് തന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ പച്ചരി വേവിക്കാൻ വെച്ചത്. അധികം വെള്ളം ഒഴിക്കത്തില്ല. ഒരു ഗ്ലാസ് പച്ചരി വെച്ച് കഴിഞ്ഞാൽ അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു ചുവ വരും. ഇത് വെന്ത് കിട്ടാൻ മാത്രമുള്ളൊരു വെള്ളം മാത്രം ഒഴിക്കാവൂ. അത് ശർക്കര ഉരുക്കിയെടുത്തുകൂടെ നമുക്ക് ഈ ഒരു പച്ചരിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതാണെങ്കിൽ ചുക്കുപൊടിയും അതുപോലെ ഏലക്കായും കുറച്ച് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഒരുമിച്ച് പൊടിച്ചെടുത്തതാണ്. അത് നമുക്ക് ഈ ഒരു ശർക്കരയും അതുപോലെ പച്ചരിയും ഈ ഒരു വെന്ത ഒരു പച്ചരിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഈ ശർക്കരയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടാണെങ്കിൽ ഒന്ന് വെന്ത് വരണം. ഈ നമ്മൾ വെള്ളത്തിലാണല്ലോ പച്ചരി വേവിച്ചത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ചുവയൊക്കെ ഒന്ന് ഒരു പച്ച ചുവ മാറി കിട്ടണമെങ്കിൽ ഈ ശർക്കരയിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുക്കി പച്ചരി വെന്ത് കിട്ടണം. അപ്പോഴാണ് ആ വെള്ളത്തിൻ്റെ ചുവയൊക്കെ മാറി പച്ചരിയുടെ ഈ ഒരു ശർക്കരയുടെ ഒരു മധുരമൊക്കെ ആണെങ്കിൽ ഈ ഒരു പച്ചരിയിൽ പിടിക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കുക്കറിൽ വേവിക്കുന്നത് അധികമാണെങ്കിൽ ടേസ്റ്റ് ഇല്ലാതെ വരും. നമ്മൾ സാധാരണയാണെങ്കിൽ ഈ ഒരു അരിപ്പായസമൊക്കെ റെഡിയാക്കാൻ ഒരുപാട് താമസമാണ്. അത് ഈ ശർക്കരയിലൊക്കെ കിടന്ന് ഇങ്ങനെ വെന്ത് നന്നായിട്ട് വരുമ്പോഴാണ് അത് കൂടുതൽ താമസം വരുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ വിതിൻ 10 മിനിറ്റ്സിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു അരിപ്പായസം നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഒന്ന് കുറുകിയെല്ലാം വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്നത്. ഞാനാണെങ്കിൽ തേങ്ങാപ്പാലല്ല ഇവിടെ ഒഴിച്ച് കൊടുത്തത്. സാധാരണ നമ്മുടെ പശുപാലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഒരുപാട് കൂട്ടി ഒഴിക്കേണ്ട. പാലൊഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ച് എടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം നമുക്ക് ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടി എല്ലാം നമുക്ക് അരികത്തെടുത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ ആ തവി കൊണ്ടാണെങ്കിൽ അരികിലുള്ള അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ ഇളക്കിയെടുക്കുന്നുണ്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പായസമൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നീട് അതങ്ങോട്ട് കഴിക്കാൻ ആ അരികിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് അങ്ങനെ വെന്തിരിക്കുന്ന അങ്ങനെ സ്പൂണിൽ ഇങ്ങനെ വടിച്ച് കോരി എടുത്ത് കഴിക്കാൻ അതിനെന്താ ടേസ്റ്റ്. നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് തേങ്ങാക്കൊത്തോ അല്ലെങ്കിൽ കപ്പലണ്ടി ഒന്നും ഇടുന്നില്ല. പക്ഷേ തേങ്ങാക്കൊത്തും നല്ല നെയ്യിലങ്ങോട്ട് വറുത്തങ്ങോട്ട് ഇടണം. അതുപോലെ തന്നെ കപ്പലണ്ടി നമുക്ക് നെയ്യിൽ വറുത്ത് കോരിയിടാം. അതുപോലെ തന്നെ മുന്തിരിങ്ങ, കാഷ്യൂനട്ടൊക്കെ നമുക്ക് വറുത്ത് കോരിയിടുകയാണെങ്കിൽ നല്ലതാണ്. ഇവിടെ പക്ഷേ ആണെങ്കിൽ മക്കൾക്ക് അതിനൊന്നും വലിയ താല്പര്യമില്ല. അത് കാരണം കൊണ്ട് ഞാനതൊന്നും ഇട്ടില്ല. പക്ഷേ അതൊന്നും ഇട്ടില്ലെങ്കിൽ ഇത്രയും കൊണ്ട് നല്ലൊരു പായസം നമുക്ക് റെഡിയാക്കി എടുക്കാം. 10 മിനിറ്റ് താമസം പെട്ടെന്ന് തന്നെ റെഡിയാകും. ഈ 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ കുക്കറിൽ ഇതൊന്ന് വെന്ത് കിട്ടണ്ടേ, അരിയൊന്ന് വെന്ത് കിട്ടണ്ടേ, അതിൻ്റെ മാത്രം താമസമുള്ളൂ. പച്ചരിയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ എന്ത് വിശേഷം വന്നാലും പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സേമിയ പായസമായിരിക്കും. കാരണം അതിനധികം താമസം ഇല്ലെന്ന് ഓർത്തിട്ടാണ് നമ്മൾ പെട്ടെന്ന് അത് റെഡിയാക്കി എടുക്കുന്നത്. അരിപ്പായസമാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.